ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളുടെ ACCA FA റിസീവബിൾസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ റിസീവബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടോപ്പിക്കാണ്. നമ്മൾ ഒരു 2 പാർട്ട് വീഡിയോ ആയിട്ടാണ് ഈ റിസീവബിൾസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഈ റിസീവബിൾസിൽ നമ്മൾ എങ്ങനെയാണ് റിസീവബിൾസ് അക്കൗണ്ട് ചെയ്യേണ്ടത്, റിലേറ്റഡ് ആയിട്ടുള്ള 2 കൺസെപ്റ്റുകളായിരുന്നു ഇർറിക്കവറബിൾ ഡെപ്റ്റ് അതുപോലെ തന്നെ അലവൻസ് ഫോർ റിസീവബിൾസ്. എന്താണ് ഈ കൺസെപ്റ്റുകൾ, എങ്ങനെ അക്കൗണ്ട് ചെയ്യാം, എങ്ങനെയാണ് ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടോപ്പിക്കിലോട്ട് പോകാം. റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ഫ്രം ആരുടെ കയ്യിൽ നിന്ന്? ക്രെഡിറ്റ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന്. നമുക്ക് നമ്മളുടെ ഒരു ക്രെഡിറ്റ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാനുള്ള റൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? റിസീവബിൾസ് എന്ന് പറയുന്നത്. നമ്മളൊരാൾക്ക് കടത്തിന് ഗുഡ്സ് വിറ്റു, ക്രെഡിറ്റിന് ഗുഡ്സ് വിറ്റു, അയാൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്യാഷ് തരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കിട്ടാനുള്ള ക്യാഷിനെയാണ് നമ്മൾ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത്. അതൊരു അസറ്റ് ആയിട്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സോ ഇതിൻ്റെ പ്രസൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ കറണ്ട് അസറ്റിൻ്റെ താഴെ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. സോ എന്തുകൊണ്ട് കറണ്ട് അസറ്റ്സിൻ്റെ താഴെ വന്നു? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1st January 11 to 31st December 2011 ആണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് അസ്യൂം ചെയ്യും. ഇവിടെ 31st December 2011 ആണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ്. ആ ഡേറ്റിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളുടെ SOFP പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇയർ എൻഡിന് ശേഷമുള്ള വിത്തിൻ 12 months, ഇയർ എൻഡിന് ശേഷമുള്ള നെക്സ്റ്റ് 12 monthsൽ, വിത്തിൻ 12 monthsൽ നമുക്ക് കിട്ടാനുള്ള കടത്തെയാണ്, കിട്ടാനുള്ള ക്രെഡിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത്. സോ ഇയർ എൻഡിൽ നിൽക്കുമ്പോൾ വരാൻ പോകുന്ന 12 മാസത്തിനുള്ളിൽ ആരെങ്കിലും ക്യാഷ് തരാനുണ്ടെങ്കിൽ ആ കടങ്ങളെയൊക്കെ നമ്മൾ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞ് കറണ്ട് അസറ്റിൻ്റെ താഴെ എഴുതും. ക്ലിയർ ആണോ? സോ ഈ ട്രേഡ് റിസീവബിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് SOPയിലോട്ട് ടോട്ടൽ ചാർജ് ചെയ്യേണ്ട എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. സോ അതെന്താണെന്ന് നമുക്ക് പഠിക്കണം. അതുപോലെ SOFPയിലെ ക്ലോസിംഗ് നെറ്റ് റിസീവബിൾസ് അല്ലെങ്കിൽ ഗ്രോസ് റിസീവബിൾസ് എത്രയാണെന്നുള്ളത് ചോദിക്കാം. അതുപോലെ നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു അലവൻസ് ഫോർ റിസീവബിൾ. ഇയർ എൻഡിൽ അലവൻസ് ഫോർ റിസീവബിൾസിന്റെ ബാലൻസ് എത്രയെന്നുള്ള രീതിയിലും എന്ത് വരാം? ക്വസ്റ്റ്യൻ വരാം. സോ എങ്ങനെയാണ് നമുക്ക് റിസീവബിൾസിൻ്റെ പ്രസൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം എന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ഇവിടെ SOPയിൽ നമ്മളോട് റിക്വയർമെൻറ്റ് ചോദിക്കുന്നത് SOPയിൽ റെക്കോർഡ് ചെയ്യേണ്ട ടോട്ടൽ ചാർജ് അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് എത്രയെന്നാണ്. SOPയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എക്സ്പെൻസ് ആയിരുന്നു ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്. സോ ഈ ഇർറിക്കവറബിൾ ഡെപ്റ്റ്, ടോട്ടൽ ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളത് കണ്ടെത്തണം. സോ ഇതിനു വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്സ് വരുന്നത്? ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഇർറിക്കവറബിൾ ഓർ ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് എഴുതണം. ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്. ഇവിടെ ഞാൻ വെറും ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് എന്നല്ല എഴുതിയിരിക്കുന്നത്, ടോട്ടൽ എന്ന. ദാറ്റ് മീൻസ് വർക്കിങ്ങിൽ ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസിന് പുറമെ 1-2 കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇർറിക്കവറബിൾ ഡെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റിക്കവർ ചെയ്തിട്ടുണ്ട്. സോ റിക്കവർ ചെയ്തത് ലെസ് ചെയ്യണം. എന്താണെന്നുള്ളത് നമ്മൾ കമ്മിങ് ടോപ്പിക്കിൽ പറയുന്നുണ്ട്, വരാൻ പോകുന്ന ടോപ്പിക്കിൽ പറയുന്നുണ്ട്. എന്താണ് ഇർറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡ് എന്നുള്ളത് പറയുന്നുണ്ട്. നേരെ ശ്രദ്ധിക്കാം. ഇവിടെ ഇർറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറയുമ്പോൾ മുൻപ് നമ്മൾ ഒരു കസ്റ്റമർ തരാനുള്ള ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് മീൻസ് എഴുതി തള്ളി. SOPയിലോട്ട് ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആയിട്ട്, ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്തു. പിന്നീട് ആ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മുൻപ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചത് നമുക്ക് എന്ത് ചെയ്യണം? SOPയിൽ നിന്ന് അതിൻ്റെ ഇമ്പാക്റ്റ് ഒഴിവാക്കണം. അതുകൊണ്ട് കറണ്ട് ഇയറിന്റെ ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസിൽ നിന്ന് അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്ലിയർ ആണോ? സോ ഇതുപോലെ തന്നെ വരുന്നതാണ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ അലവൻസ് ഫോർ റിസീവബിൾസ്. എന്താണ് അലവൻസ് ഫോർ റിസീവബിൾസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇൻക്രീസ് ഓർ ഡിക്രീസും റെക്കോർഡ് ചെയ്യണം. ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡിക്രീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം.
സോ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്നത്, എന്തുകൊണ്ട് ആഡ് ചെയ്യണം ലെസ് ചെയ്യണം എന്നൊക്കെ ഞാൻ വരുന്ന സമയത്ത് പറയാം, വരുന്ന ടോപ്പിക്കിൽ പറയാം. സോ ഇത്രയും ചെയ്താലാണ് നമുക്ക് ടോട്ടൽ SOPLലെ എക്സ്പെൻസ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇതുപോലെ SOFPയിൽ നമുക്ക് വരുന്ന റിക്വയർമെന്റ് നമ്മൾ പറഞ്ഞു, ഗ്രോസ് റിസീവബിൾ അല്ലെങ്കിൽ നെറ്റ് റിസീവബിൾ അല്ലെങ്കിൽ അലവൻസ് ഫോർ റിസീവബിൾസിന്റെ ബാലൻസ് എത്രയെന്നായിരുന്നു ചോദിക്കുന്നത്. സോ SOFPയിലോട്ട് വരുമ്പോൾ നമ്മൾ കറണ്ട് അസറ്റിന്റെ താഴെ ആക്ച്വലി എഴുതുന്നത് നെറ്റ് റിസീവബിൾ ആണ്, ജസ്റ്റ് ട്രേഡ് റിസീവബിൾസിന് എഴുതുള്ളൂ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വെർഷൻ ആണ് നമ്മൾ എഴുതുന്നത്. ബട്ട് പ്രാക്ടിക്കലി നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നെറ്റ് എമൗണ്ട് മാത്രമേ എഴുതുകയുള്ളൂ. സോ കറണ്ട് അസറ്റിന്റെ താഴെ ഗ്രോസ് റിസീവബിൾസ്, ഗ്രോസ് റിസീവബിൾ മീൻസ് ലെഡ്ജറിലെ ക്ലോസിംഗ് ബാലൻസ്. എവിടുത്തെ ക്ലോസിംഗ് ബാലൻസ്? ഞാൻ മുകളിൽ എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഇൻ ലെഡ്ജർ, റിസീവബിൾസിന്റെ ലെഡ്ജർ, അത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്, ഗ്രോസ് റിസീവബിൾസ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? അലവൻസ് ഫോർ റിസീവബിൾസിന്റെ ക്ലോസിംഗ് എമൗണ്ട് എന്ത് ചെയ്യണം? ക്ലോസിംഗ് എമൗണ്ട് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. എന്താണ് അലവൻസ് ഫോർ റിസീവബിൾസ്, അത് എന്തുകൊണ്ട് ലെസ് ചെയ്യുന്നു എന്നൊക്കെ പറയാം. ഇത് ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് റിസീവബിൾസ്. ഇതാണ് മാക്സിമം നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഒന്നല്ലെങ്കിൽ നെറ്റ് റിസീവബിൾസിന്റെ ബാലൻസ് എത്രയെ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലോസിംഗ്. SOFP പ്രിപ്പയർ ചെയ്യുന്നത് ഇയർ എൻഡിലല്ലേ, അപ്പൊ അലവൻസ് ഫോർ റിസീവബിൾസ് ഓപ്പണിംഗിന്റെ ആണ് എടുക്കേണ്ടത്? അല്ല, നമ്മൾ എപ്പോഴത്തെയാണ് എടുക്കേണ്ടത്? ഇയർ എൻഡിലെ ബാലൻസ് ആണ് എടുക്കേണ്ടത്. അത് ചോദിക്കാം. ഗ്രോസ് റിസീവബിൾസ് ചോദിക്കാം. ടോട്ടൽ ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് എത്രയെന്നുള്ളത് ചോദിക്കാം. ഇങ്ങനെ 4 റിക്വയർമെന്റ് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഇല്ലുസ്ട്രേഷൻസ് വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇർറിക്കവറബിൾ ഡെപ്റ്റ്. എന്താണ് ഇർറിക്കവറബിൾ ഡെപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞല്ലോ, ഇർറിക്കവറബിൾ ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു കസ്റ്റമറിന് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൊടുക്കാറുള്ളത് ഒരു 1 month to 2 month കൊടുക്കാറുണ്ട്. ചില കസ്റ്റമേഴ്സ് 3 monthനേക്കാൾ മുകളിൽ എന്ത് പോകാറുണ്ട്? അവരുടെ ക്രെഡിറ്റ് പീരീഡ് പോവാറുണ്ട്. സോ 90 ദിവസത്തേക്കാൾ മുകളിലൊക്കെ ഒരു കസ്റ്റമർ നമുക്ക് കാശ് തരാൻ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഡെപ്റ്റ് ഇനി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എന്താണ് സംശയമാണ്. വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, നമുക്ക് അവരെ ചെന്ന് കാണാൻ പറ്റുന്നില്ല, അവർ സ്ഥലത്തുണ്ട്, മുങ്ങിയിട്ടുണ്ട്, ഇനി അവരെ കാണാൻ പറ്റുമെന്നും ആ കാശ് കളക്ട് ചെയ്യാൻ പറ്റുമെന്നും യാതൊരു ഉറപ്പുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? SOPLോട്ട് ഇത് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യണം. പൈസ കിട്ടുമോ? കിട്ടില്ല. ഉറപ്പായി കഴിഞ്ഞു ഇനി ആ കാശ് കിട്ടില്ല. ആള് മുങ്ങി, ആള് മിസ്സിംഗ് ആണ്, ആളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടൽ പോസിബിൾ, ആള് ബാങ്ക്രപ്റ്റായി, പാപ്പരായി, എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ സംഭവിച്ചു. സോ ഈ ബാഡ് ഡെപ്റ്റിനെ നമ്മൾ SOPLോട്ട് എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. അത് ഞാൻ ഇവിടുത്തെ കാൽക്കുലേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട് ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് എന്താ എന്നുള്ളത്. സോ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് നമുക്ക് 2 ഇമ്പാക്റ്റ് ആണ് ഇതിൻ്റെ ഉണ്ടായിരുന്നത്. ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത് എപ്പോഴാണ്, ഇർറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവർ ചെയ്യുമ്പോൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതും കൂടി നോക്കാം. സോ ഇർറിക്കവറബിൾ ഡെപ്റ്റിന്റെ ജേണൽ എൻട്രി ആണ് വരുന്നത്, ഓർ ഡബിൾ എൻട്രി ആണ് വരുന്നത്. ഡെബിറ്റ് ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട്. ക്രെഡിറ്റ് എന്തായിരുന്നു? ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട് ആയിരുന്നു. സോ ഇവിടെ എന്തുകൊണ്ട് ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസിന് ബാലൻസ് ഡെബിറ്റ് വന്നു? എലമെന്റ് എക്സ്പെൻസ് ആണ്. എലമെന്റ് എക്സ്പെൻസ് ആണെങ്കിൽ ബാലൻസ് എന്താണ്? ഡെബിറ്റ് തന്നെയാണ്. ട്രേഡ് റിസീവബിൾസ്, ഇനി ആ കാശ് കിട്ടൂല എന്ന് ഉറപ്പാണ്. ട്രേഡ് റിസീവബിൾസ് എലമെന്റ് അസറ്റാ, കിട്ടാനുള്ള കാശ് കുറഞ്ഞു, അത് കിട്ടൂല, അയാൾ മുങ്ങി. അങ്ങനെയാണെങ്കിൽ കിട്ടാനുള്ള അസറ്റ് എലമെന്റ് അസറ്റ് ആണ്, ബാലൻസ് ഡെബിറ്റ് ആണ്. അത് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾ. ഇതായിരുന്നു ഇർറിക്കവറബിൾ ഡെപ്റ്റിന്റെ ജേണൽ എൻട്രി വരുന്നത്. ഇത് നമ്മളുടെ ഏത് വർക്കിങ്ങിലായിരുന്നു ഇതിന്റെ ഇമ്പാക്റ്റ്? ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ, SOPLല് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്, ടോട്ടൽ ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വർക്കിംഗ് എഴുതിയിരുന്നു. ആ വർക്കിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ട എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ആഡ് ചെയ്യേണ്ട കാര്യമായിരുന്നു എന്ത്? ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് എന്നുള്ളത്.
ക്ലിയർ ആണോ? സോ ഈ ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ഇത് ഓൾറെഡി ഞാൻ ഇവിടെ എഴുതിയതാണ്, ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി എഴുതിയെന്നുള്ളൂ. ഇതാണ് ഒരു ഇമ്പാക്റ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യും? ഇത് ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞില്ലേ, ട്രേഡ് റിസീവബിൾസിന്റെ ലെഡ്ജറിൽ നിന്ന് അത് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും, ഒഴിവാക്കും. ഇനി ആ കാശ് എന്ത് ചെയ്യില്ല? കിട്ടില്ല. സോ ഇതാണ് ഒരു ഇമ്പാക്റ്റ്. ഇനി നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡ്. നിങ്ങൾ ചോട്ടാ മുംബൈ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ നമ്മളുടെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കൊച്ചൻ ഹനീഫ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ വാങ്ങി, വിസയുടെ പൈസ വാങ്ങി മുങ്ങുന്നുണ്ട്. അങ്ങനെ ഇവർ കുറേ കടത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം കൊച്ചൻ ഹനീഫ വരുന്ന രംഗം ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ കൊച്ചൻ ഹനീഫ ഒരു 5 ലക്ഷം ക്യാഷുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മുങ്ങിയിട്ടുണ്ട്. ആള് കാണാനില്ല, ഇനി കിട്ടൂല എന്ന് ഉറപ്പായി. അതുകൊണ്ട് ലാലേട്ടൻ അത് ബാഡ് ഡെപ്റ്റാണ്. ആ ബാഡ് ഡെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ആ ബാഡ് ഡെപ്റ്റ് എഴുതി തള്ളണം, ഇനി അത് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇനീഷ്യലി എന്ത് ചെയ്തു? ഇനീഷ്യലി നമ്മൾ ഫസ്റ്റ് എൻട്രി എഴുതി. എന്ത്? ഇനി ആ ക്യാഷ് കിട്ടൂലല്ലോ, 5 ലക്ഷം അല്ലേ. ഡെബിറ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് 500,000. ക്രെഡിറ്റ് എന്ത് ചെയ്തു? ട്രേഡ് റിസീവബിൾ, ഇനി ആ കാശ് കിട്ടൂല. കൊച്ചിൻ ഹനീഫ അല്ലേ, ഇനി പേര് മാറിപ്പോയി എന്ന് പറയണ്ട, കമന്റിൽ വരണ്ട. ഡെബിറ്റ് റിക്കവറബിൾ ഡെപ്റ്റ്, ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ് 500,000. ക്ലിയർ അല്ലേ? ഇനി പെട്ടെന്നൊരു ദിവസമാണ് എന്ത് ചെയ്തത്? ആളിങ്ങ് കയറി വന്ന് ആൾ ഒരുപാട് കാശുകാരനായിട്ട് പെട്ടെന്ന് ആ ക്യാഷ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ക്യാഷ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. സോ അപ്രതീക്ഷിതമായി നമ്മൾ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ, ഒരു എവിഡൻസും ഇല്ല ആളെ കുറിച്ചിട്ട്, പെട്ടെന്ന് ആ ക്യാഷ് അയാൾ തിരിച്ച് തന്നു. സോ അൺഎക്സ്പെക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ റിക്കവർ ചെയ്ത ക്യാഷ് എങ്ങനെ അക്കൗണ്ട് ചെയ്യാം? അതല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡിന്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് നോക്കാം. ക്യാഷ് കൊണ്ട് തന്നില്ലേ? യെസ് ഓർ നോ? സോ ക്യാഷ് തന്നു, ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. എത്ര കൊണ്ട് തന്നു? 500,000. ആ ക്യാഷ് കിട്ടിയിട്ടാണ് വീടിൻ്റെ ആധാരമൊക്കെ എടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മതി. പോയിട്ട് യൂട്യൂബിൽ ഇനി അത് കാണാൻ സമയം കളയണ്ട. ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? 500,000 ആണ്. ക്രെഡിറ്റോ? സാധാരണ ഒരാൾ കാശ് തന്നാൽ, ഒരു കസ്റ്റമർ ക്യാഷ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെബിറ്റ് ക്യാഷ് ക്രെഡിറ്റ് റിസീവബിൾസ്, കിട്ടാനുള്ള ക്യാഷല്ലേ തന്നത്. അപ്പോൾ ട്രേഡ് റിസീവബിൾസ് എന്ന അസറ്റ് കുറയല്ലേ, അത് മൈനസ് ചെയ്യല്ലേ വേണ്ടത്. അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് റിസീവബിൾസ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യണ്ട? ഒഴിവാക്കണ്ട. പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് പ്രീവിയസ് ഇയറിന്റെ SOP ചാർജ് ചെയ്തില്ലേ? ആക്ച്വലി അങ്ങനെ ഒരു എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ടോ? മുൻപ് വന്നു, ആ കാശ് തിരിച്ചു തന്നു. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പെൻസ് റിവേഴ്സ് ചെയ്യണ്ടേ? ക്യാൻസൽ ചെയ്യട്ടെ? ആള് കാശ് തന്നു, അങ്ങനെ ഒരു എക്സ്പെൻസ് ഇല്ല. സോ പഴയ എക്സ്പെൻസ് എന്നുള്ളത് എന്ത് ചെയ്യണം? ഇപ്പോൾ ഒഴിവാക്കണം. നമ്മൾ മുൻപ് SOP എക്സ്പെൻസ് ആയി ചാർജ് ചെയ്തു, അത് ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ട് കറന്റ് ഇയറിലെ SOP ബാഡ് ഡെപ്റ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസിന്റെ കാൽക്കുലേഷനിൽ നിന്ന് എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം, മൈനസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് മൈനസ് ചെയ്തത്. സോ ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ്, ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് എലമെന്റ് എക്സ്പെൻസ് അല്ലേ, ബാലൻസ് ഡെബിറ്റ് അല്ലേ. സോ അതിൽ നിന്ന് മൈനസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ എൻട്രി വരുന്ന എന്തായിരിക്കും? ക്രെഡിറ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് 500,000. ഇതായിരുന്നു നമ്മളുടെ ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡിന്റെ ഡബിൾ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇമ്പാക്റ്റ് എന്താ? നമ്മളുടെ വർക്കിംഗ് ഇല്ലേ, ഇവിടെ എഴുതിയ SOP ടോട്ടൽ ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസിന്റെ വർക്കിംഗ് ഇവിടെയും ഞാൻ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം, എക്സ്പെൻസ് ഒന്ന് ഒഴിവാക്കണം. കാരണം ഇത് ഓൾറെഡി മുൻപത്തെ ഇയർ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്തതാണ്. കറന്റ് ഇയറിൽ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. സോ ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡ് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് ലെസ് ചെയ്യേണ്ടതുണ്ട്. അലവൻസ് ഫോർ റിസീവബിൾസിൻ്റെ നമ്മൾ അടുത്ത പാർട്ടിൽ മീൻസ് നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയും. ക്ലിയർ ആണ്? സോ നമുക്ക് വേഗം ഒരു ഇല്ലുസ്ട്രേഷനിലോട്ട് പോയേക്കാം. നമ്മൾ പഠിച്ച ഇറിക്കവറബിൾ ഡെപ്റ്റിന്റെ ഇമ്പാക്റ്റ് നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വേഗം നോക്കാം. ഇവിടെ
ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് വാട്ട് ഈസ് ദി ഫൈനൽ ബാലൻസ് ഓൺ ദി റിസീവബിൾസ് അക്കൗണ്ട് അറ്റ് 31st December 2017 and 18. ഇവിടെ 31st December 17 and 18 റിസീവബിൾസ് അക്കൗണ്ടിലെ ബാലൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ക്വസ്റ്റ്യൻ നോക്കാം. ബിസിനസ് ഹാഡ് റിസീവബിൾസ് ഓഫ് 3,655 at 31st December. At that date, a debt of 699 from Lex was written off. ആ ഡേറ്റിൽ നമുക്കൊരു 3,655 എന്തുണ്ടായിരുന്നു? റിസീവബിൾസ് ഉണ്ടായിരുന്നു. അതേ ഡേറ്റിൽ ഈ ഡെപ്റ്റ് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്? 699 എന്ത് ചെയ്തിട്ടുണ്ട്? റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഡ്യൂറിംഗ് ദി ഇയർ ടു 31st December 18, ബിസിനസ് മെയ്ഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് 17,832 ആൻഡ് റിസീവ്ഡ് ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷും കിട്ടിയിട്ടുണ്ട്. അഷർ ആൾസോ റിസീവ്ഡ് ദ 699 ഫ്രം ലെക്സ് ദാറ്റ് ഹാഡ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് ഇൻ 2017. സോ ഈസി ക്വസ്റ്റ്യൻ ആണ്, വേഗം നോക്കാം. ഇവിടെ ഫസ്റ്റ് 2017 ഇമ്പാക്റ്റ് പറയാം. ശ്രദ്ധിക്കണം കേട്ടോ. 2017 എന്ത് സംഭവിച്ചു? 2017 റിസീവബിൾസിൻ്റെ ബാലൻസ് എത്രയായിരുന്നു? അവർ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു റിസീവബിൾസിൻ്റെ ബാലൻസ്? 3,655 ആണ്. ഇതിൽ നിന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു ബാഡ് ഡെപ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ലെക്സ് എന്ന് പറയുന്ന കസ്റ്റമർ 699 എന്ത് ചെയ്യില്ല? തരില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കണം. സോ ബാഡ് ഡെപ്റ്റിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതിയതല്ലേ? എന്തായിരുന്നു ബാഡ് ഡെപ്റ്റിൻ്റെ ജേണൽ എൻട്രി? ഡെബിറ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്. ക്രെഡിറ്റ് എന്തായിരുന്നു? ട്രേഡ് റിസീവബിൾസ്. എന്തായിരുന്നു? ട്രേഡ് റിസീവബിൾസ്. എത്രയായിരുന്നു എമൗണ്ട് വരുന്നത്? 3,655 അല്ല, എത്രയായിരുന്നു? 699 ആയിരുന്നു വരുന്നത് അല്ലേ? സോ ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾ എലമെന്റ് അസറ്റ് ആണ്, ബാലൻസ് ഡെബിറ്റ് ആണ്. അതിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് വന്നത്. സോ ട്രേഡ് റിസീവബിൾസ് ഒഴിവാക്കണം, മൈനസ് ചെയ്യണം. സോ ഇറിക്കവറബിൾ ഡെപ്റ്റ് നമ്മൾ ഒഴിവാക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 699 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സോ 3,655 നിന്ന് 699 മൈനസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഓപ്ഷനിൽ അതിൻ്റെ ആൻസർ ഉണ്ട്, ബട്ട് ഞാൻ ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. 3,655 നിന്ന് 699 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,956 ആണ്. എത്രയാണ്? 2,956. അപ്പോൾ 2017 ബാലൻസ് കിട്ടിയിട്ടുണ്ട്. 2,956 എയിലും ബിയിലും വരുന്നുണ്ട്. അപ്പോൾ ആൻസർ എയോ ബിയോ ആയിരിക്കാം. ഇനി നമുക്ക് നേരെ 2018 പോവാം. സോ ഇവിടെ 2017 ക്ലോസിംഗ് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഇങ്ങോട്ട് എന്തായിട്ട് എടുത്തെഴുതുന്നത്? 2018 ഓപ്പണിംഗ് റിസീവബിൾസ് ആയിട്ട് എഴുതണം. ഓപ്പണിംഗ് റിസീവബിൾസ് 17 ക്ലോസിംഗ് ആണ്, 18 ഓപ്പണിംഗ്. എത്ര വരുന്നത്? 2,956. എത്ര വരുന്നത്? 2,956. ക്ലിയർ അല്ലേ? 2,956 വരുന്നത്. സോ 2018 എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നോക്കാം. എന്തായിരുന്നു? ഡ്യൂറിംഗ് ദി ഇയർ ടു 31st December 18, അഷർ മെയ്ഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് 17,832. എത്ര ക്രെഡിറ്റ് സെയിൽ നടത്തി? 17,832 ക്രെഡിറ്റ് സെയിൽ നടത്തി. എന്താ ക്രെഡിറ്റ് സെയിലിന്റെ ഡബിൾ എൻട്രി? ഒന്ന് പറയും. ക്രെഡിറ്റ് സെയിലിന്റെ ഡബിൾ എൻട്രി എന്താ? ക്രെഡിറ്റ് സെയിൽ സെയിൽസ് ആണ്, എലമെന്റ് ഇൻകം ആണ്, ബാലൻസ് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് റവന്യൂ എത്രയായിരുന്നു? 17,832. ക്യാഷ് കിട്ടിയിട്ടുണ്ടോ? ക്യാഷ് സെയിൽ അല്ല, ക്രെഡിറ്റ് സെയിലാണ്. ക്യാഷ് കിട്ടാനാണ്. ട്രേഡ് റിസീവബിൾസ് ആണ് എലമെന്റ്, അസറ്റ് ആണ് എലമെന്റ്, ബാലൻസ് ഡെബിറ്റ് ആണ്. സോ ഡെബിറ്റ് ട്രേഡ് റിസീവബിൾസ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യാണ് 17,832. അപ്പോൾ നമ്മളുടെ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മളുടെ ട്രേഡ് റിസീവബിൾസ് ആയ 17,832 ബാലൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് ഒരു ഇമ്പാക്റ്റും കൂടെ വരുന്നുണ്ടല്ലോ. എന്തായിരുന്നു ആ ഇമ്പാക്റ്റ് എന്ന് നോക്കിയാലോ. ആൻഡ് റിസീവ്ഡ് എന്ത് റിസീവ് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സ് ടോട്ടലിംഗ്
16,936. 16,936 നമുക്ക് എന്തായിട്ട് കിട്ടാനുണ്ട്? സോറി, റിസീവ്ഡ് ക്യാഷ് എന്നല്ലേ പറഞ്ഞത്, ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 16,936 ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നോക്കാം. ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് റിസീവ് ചെയ്താലുള്ള എൻട്രി എന്താണ്? ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. വെരി സിമ്പിൾ, ഏതൊരു അക്കൗണ്ടന്റിനും അറിയുന്നല്ലേ, ക്യാഷ് കിട്ടിയാൽ ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക് 16,936. ക്രെഡിറ്റോ? ഒരു ക്രെഡിറ്റ് കസ്റ്റമർ തരാനുള്ള ക്യാഷിനെയാണ് നമ്മൾ ട്രേഡ് റിസീവബിൾ അസറ്റ് ആയിട്ട് എഴുതിയത്. അയാൾ ആ കടം തന്ന് വീട്ടി, ദാറ്റ് മീൻസ് കിട്ടാനുള്ള കടം ട്രേഡ് റിസീവബിൾസ് എന്നില്ല, അസറ്റ് കുറഞ്ഞു. അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് അല്ലേ, അപ്പോൾ അത് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ് എത്രയാണ്? 16,936. ക്ലിയർ അല്ലേ? സോ 16,936 ട്രേഡ് റിസീവബിൾസ് എന്ന അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. കാരണം എന്താ? ആ ക്യാഷ് കിട്ടി. സോ ട്രേഡ് റിസീവബിൾസിൽ നിന്ന് എന്ത് ചെയ്യണം? ക്യാഷ് റിസീവ്ഡ് ലെസ് ചെയ്യണം. ഇനി ഒരു കാര്യം കൂടെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എന്താ എന്നുള്ളത് നോക്കാം. Asher also received the 699 from Alex that had previously been written off. കഴിഞ്ഞ വർഷം നമ്മൾ എഴുതി തള്ളിയ ഒരു 699 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സോ ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡ്. ഇപ്പം അതിൻ്റെ എൻട്രി പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇറിക്കവറബിൾ ഡെപ്റ്റ് എന്തായിട്ടുണ്ട്? റിക്കവേർഡ് ആയിട്ടുണ്ട്. ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡ് ആയപ്പോൾ ഞാൻ കൊച്ചിൻ ഹനീഫയുടെ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എങ്ങനെയായിരുന്നു വരുന്നത്? ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുന്നുണ്ട്. സോ വെരി സിമ്പിൾ, ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക് എത്രയായിരുന്നു? പ്രീവിയസ്ലി റൈറ്റ് ഓഫ് ചെയ്ത 699 ഈ വർഷം കിട്ടുകയാണ്. സോ ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക് 699. ക്രെഡിറ്റോ ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡിന്റെ എൻട്രി എഴുതുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയതായിരുന്നില്ലേ? ക്രെഡിറ്റ് എന്തായിരുന്നു? ട്രേഡ് റിസീവബിൾസ് ആയിരുന്നോ? ഇല്ല, ഇവിടെ ഇത് തന്നെയായിരുന്നു. ക്രെഡിറ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് ഓൾറെഡി ഫസ്റ്റ് എൻട്രി എഴുതുമ്പോൾ ട്രേഡ് റിസീവബിൾസ് മൈനസ് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ വർഷം കാണിച്ച ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് ഈ വർഷത്തെ ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് മൈനസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. സോ ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്, ക്രെഡിറ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത്. സോ ഇവിടെ ട്രേഡ് റിസീവബിൾസ് ബാലൻസിൽ എന്തില്ല? ഇമ്പാക്റ്റ് ഇല്ല. ക്യാഷ് അറ്റ് ബാങ്കിൽ ഡെബിറ്റ് റിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. നമ്മൾ സെപ്പറേറ്റ്ലി വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. സോ എത്രയാണ് നമുക്ക് ട്രേഡ് റിസീവബിൾസിന്റെ 2018 ബാലൻസ് നോക്കാം. 2018 ബാലൻസ് വരുന്നത് 2956 പ്ലസ് 17,832 മൈനസ് 16,936. സോ എത്ര വരുന്നത്? 3852. എത്ര വരുന്നത്? 3852. ഇതാണ് 2018 ബാലൻസ് വരുന്നത്. സോ 3852 2018 ബാലൻസ്. 2017 എത്രയാണ്? 2956. ക്ലിയർ ആണോ? സോ ഇതായിരുന്നു നമ്മളുടെ ഇറിക്കവറബിൾ ഡെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്. ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് എന്നുള്ള ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആണ്. ട്രേഡ് റിസീവബിൾസിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അലവൻസ് ഫോർ റിസീവബിൾസ് പറയുന്നതായിരിക്കും. അത് വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നതായിരിക്കും. എന്നിട്ട് ഒരു തേർഡ് പാർട്ടും കൂടെ ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് 2 പാർട്ട് ഉണ്ട് എന്നുള്ളൂ, തേർഡ് പാർട്ട് കൂടെ പറയാം. ആ തേർഡ് പാർട്ടിൽ ഞാൻ എന്ത് ചെയ്യാം? ഇതിന്റെ ലെഡ്ജറും കൂടെ വരച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ പഠിച്ചു എന്താണ് ട്രേഡ് റിസീവബിൾസ്. ഒരു ക്രെഡിറ്റ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ക്യാഷിനെയാണ് നമ്മൾ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത്. അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് റിക്വയർമെന്റുകൾ ചോദിക്കുന്നത് ടോട്ടൽ SOP-യിലോട്ട് ചാർജ് ചെയ്യേണ്ട എക്സ്പെൻസ് എത്രയെന്ന് ചോദിക്കാം. എങ്ങനെയായിരുന്നു അതിന്റെ വർക്കിംഗ് വരുന്നത്? ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡ് ലെസ് ചെയ്യണം. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ അലവൻസ് ഓർ റിസീവബിൾസ് ആഡ് ആൻഡ് ലെസ് ചെയ്യണം. ക്ലിയർ അല്ലേ? SOFP-യിൽ കറണ്ട് അസറ്റ്സിന്റെ താഴെ ട്രേഡ് റിസീവബിൾസ് എഴുതണം. അതിന്റെ താഴെ അലവൻസ് ഫോർ റിസീവബിൾസിന്റെ ക്ലോസിംഗ് മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നെറ്റ് റിസീവബിൾസ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മൾ ഇറിക്കവറബിൾ ഡെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇറിക്കവറബിൾ ഡെപ്റ്റിന്റെ ഡബിൾ എൻട്രി എന്തായിരുന്നു? ഡെബിറ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? അലവൻസ് ഇറിക്കവറബിൾ ഡെപ്റ്റ് റിക്കവേർഡ് പറഞ്ഞു. ആദ്യം ഒരു റിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് എഴുതുന്ന സമയത്ത് ഡെബിറ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസും ക്രെഡിറ്റ് എന്തും എഴുതിയിരുന്നു, ട്രേഡ് റിസീവബിൾസും എഴുതിയിരുന്നു. നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ഡെബിറ്റ് റിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ്. ഒരു ഡെപ്റ്റ് എഴുതി തള്ളുമ്പോൾ കൊച്ചിൻ ഹനീഫ മുങ്ങിയപ്പോൾ നമ്മൾ അതായിരുന്നു എൻട്രി ഇട്ടത് അല്ലേ? പിന്നീട് ആള് തിരിച്ച് ക്യാഷ് തന്നപ്പോൾ ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്, ക്രെഡിറ്റ് റിസീവബിൾസ് ഓൾറെഡി ഇട്ടു. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യരുത്? ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ് എഴുതരുത്. പഴയ ഡെപ്റ്റ് എക്സ്പെൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കറന്റ് ഇയറിന്റെ ഡെപ്റ്റ് എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്യണം. അതുകൊണ്ട് ക്രെഡിറ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്. ഇതായിരുന്നു നമ്മളുടെ വീഡിയോയിലെ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ദാറ്റ്സ് ഓൾ.